ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് കുറച്ച് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു ട്രാവലിംഗ് വീഡിയോ ആട്ടോ ചെയ്തിട്ടുള്ളത്. ട്രാവലിന് ഒരു ലക്ഷ്യം ഉണ്ട്, എന്താ പറയുക, സ്കൂളിൽ, അതായത് ദുബായിൽ എങ്ങനെ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാം എന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അഡ്മിഷൻ എടുക്കാനല്ല, അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കാര്യങ്ങളും ഫീസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഷാർജ ടു അജ്മാനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഷാർജയിൽ നിന്ന് അജ്മാൻ പോകുന്നത് എന്നുള്ളത്. നമ്മൾ വൺസ് എവിടെയെങ്കിലും സ്കൂളിലേക്ക് എന്താ പറയുക അഡ്മിഷൻ എടുക്കാനായിട്ട്, എന്താ കുട്ടികളെ ഇവിടെ ചേർക്കാനായിട്ട് ഇതാക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഓൺലൈനിൽ കയറിയിട്ട് നമുക്ക് പറ്റിയ ഫീസൊക്കെ ചെക്ക് ചെയ്തിട്ട് ആ സ്കൂളിലൊക്കെ നമുക്ക് ഓൺലൈൻ കയറി എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ കൊടുക്കണം. വൺസ് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് മെയിൽ ത്രൂ ഒക്കെ കൺഫർമേഷൻ വരും സ്കൂളിലേക്ക് വരാനായിട്ട്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഒരുവിധമുള്ള ഫീസ്, ലോ ഫീസ് ഇട്ടുള്ള എൻ്റെ റേഞ്ചിലുള്ള ഒരു ഇതിലുള്ള എല്ലായിടത്തും ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തു. അപ്പം അങ്ങനെ ആദ്യം വന്ന ഒരു സ്കൂളാണ് അജ്മാൻ സിറ്റി സ്കൂൾ. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ ഇറങ്ങി. അവർ 11:30 ആകുമ്പോൾ എത്താനാ പറഞ്ഞിട്ടുള്ളത്. ഒരു ഐഡിയ ഇല്ല എവിടെ എന്താന്നുള്ളത്, ഒന്നും ഒരു ഐഡിയ ഇല്ല. ബസ് കയറാനും കാര്യങ്ങളൊക്കെ അറിയാം അജ്മാൻ പോകാനുള്ളത്. അങ്ങനെ അജ്മാൻ വരെ എത്തി. ഇപ്പോഴത്തെ അജ്മാനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അജ്മാൻ സ്റ്റാൻഡ്. അപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് എന്താക്കാൻ വേണ്ടിയിട്ട് സിറ്റി സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സ്റ്റാൻഡിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 86 ബസ് കയറിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് അജ്മാനിന്ന് ബസ് കയറിയിട്ട് അജ്മാൻ ബസ് കയറുന്നത് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്താ പറയാ, തണുപ്പായതുകൊണ്ട് വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എളുപ്പം തന്നെ ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടുന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30 മിനിറ്റ് ബസ്സിൽ ഇരുന്നു കേട്ടോ, ഈ സ്കൂളിന്റെ സ്റ്റോപ്പിൽ എത്താനായിട്ട്. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാം, സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ വലിയൊരു ഫേമസ് ഹോസ്പിറ്റലാണ്. അതിന്റെ തൊട്ട് പുറകെ തന്നെയാണ് നമ്മുടെ ഈ സിറ്റി സ്കൂൾ വരുന്നത്. അപ്പൊ അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു 600 മീറ്ററേ നടക്കാനുള്ളൂ. അങ്ങനെ ഞങ്ങൾ എത്തി. ഇനി ഇവിടെ ചെന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്താ പറയുക, ക്യാഷും കാര്യങ്ങളൊക്കെ ഒന്നും ഇതായില്ല. ലാസ്റ്റ് നിമിഷത്തിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. നമുക്ക് അതിന്റെ ഒരു കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ കിട്ടിയില്ല. പിന്നെ അവർ ഓൺലൈൻ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷമായിട്ട്, KG2 കേട്ടോ. നല്ലായിരുന്നു ഓൺലൈൻ സ്കൂളും. പക്ഷെ ഇനിയിപ്പോ ഫസ്റ്റ് ഗ്രേഡ് 1ലേക്കൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി പിള്ളേരുമായിട്ടൊക്കെ ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും. അവരെ ലേണിങ്ങും കാര്യങ്ങളും ഓർത്തപ്പോൾ ഞാൻ നടത്തുന്ന സ്കൂളിൽ തന്നെ ഇനി ചേർക്കാം എന്നിട്ട് പറഞ്ഞ് ഇറങ്ങിയതാണ്. വേണ്ടേ സ്കൂളിലേക്ക് പോകും. അപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് ഇറങ്ങുന്നത്. ഇവിടെ KG2ന്റെ ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് കുറേ പേരൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര റഷാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു, പേരും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് പിന്നെ ടീച്ചർ അവരെ രണ്ടുപേരെയും കൊണ്ട് ഇതേ അസസ്മെന്റ് ചെയ്യാനായിട്ട്, അതായത് പ്രൈമറി അസസ്മെന്റ് എന്ന് പറയും, എൻട്രൻസ് ടെസ്റ്റ് ഇല്ലേ, അതുപോലെ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൊണ്ടുപോയിട്ടോ. അപ്പൊ എന്നോട് അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പൊ അതേണ്ട ഫോമും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 hour ആയി. ഞാനോർത്ത് ഒരു 1 hourന്റെ ഉള്ളിൽ തീരുമെന്ന്. പക്ഷെ ഇതുവരെ തീർന്നില്ല കേട്ടോ. 1 hour ആയിട്ടും കഴിഞ്ഞില്ല. ഞാനോർത്ത് എൻ്റെ ദൈവമേ, നമ്മളൊക്കെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പോകൂലേ, അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കുറെ അതിരുന്ന് കുറെ പിള്ളേരെ ഗ്രാജുവേഷൻ ഒക്കെ കണ്ട് 2 hours കഴിഞ്ഞു. എന്നിട്ടും ഇവര് ഇറങ്ങുന്നില്ല. അപ്പൊ എനിക്ക് ടെൻഷനായി. അപ്പൊ ഞാൻ ചെന്ന് നോക്കാൻ നിന്നപ്പോ ദേണ്ടേ രണ്ടുപേരും കൂടി കഴിഞ്ഞ് ഓടി വരുന്നതാണ് ഈ കാണുന്നത്. വലുതായിട്ടൊന്നും എഴുതിയില്ല, അതാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു പോയിട്ട് അവർക്കൊരു ഇംഗ്ലീഷിന്റെ ഒരു ഇതും വായിച്ചിട്ട് എഴുതാനുള്ളൊരു ഇതൊന്നും അവർക്ക് വന്നു തുടങ്ങിയിട്ടില്ല. പിന്നെ അവിടെ ടീച്ചേഴ്സ് മലയാളമൊക്കെ അറിയുന്നവരുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ എഴുതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ റിസൾട്ട് അവര് 2 to 3 വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളിൽ പറയാന്ന് പറഞ്ഞു. നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഏകദേശം 2 മണിയായി. രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാട്ടോ. നല്ല വിശപ്പ്. അപ്പൊ ഒന്നും വിചാരിച്ചില്ല, നേരെ നമ്മുടെ അൽബേക്കിൽ പോയിട്ട് നല്ല ചിക്കൻ കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ബർഗറും കാര്യങ്ങളൊക്കെ ഇതാക്കി ഓർഡർ ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ കാണുന്നത് ഒരു രക്ഷയില്ല. അൽബേക്കിന് പിന്നെ നമുക്ക് പറയാനില്ലല്ലോ, അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ ഇരുന്ന ഒരു മാൾ അതിന്റെ പുറകിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ സ്കൂളിന്റെ പുറകിലായിട്ട് തന്നെ ഒരു മാളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് എളുപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റി, ഇരിക്കാനും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞാൻ നല്ലതായിട്ട് കഴിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ മാളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടതിന് ശേഷം എന്താ പറയാ പോകാം. ഡയറക്റ്റ് ഇവിടുന്ന് നമുക്ക് സെയിം ഇറങ്ങിയ സ്റ്റോപ്പിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ച് വണ്ടി കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾക്ക് തിരിച്ചു പോവാന്ന് ഓർത്തപ്പോഴാണ്, ബ്രദർ അജ്മാനിലാണ്. അപ്പോൾ പിന്നെ അവനെ കാണണം എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഭയങ്കര വാശി. അപ്പൊ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബസ് കിട്ടിയത്.
ഈ അജ്മാൻ ഏരിയയിലൊക്കെ വന്ന് നമുക്ക് ബസ്സൊക്കെ കിട്ടാനായിട്ട് കമ്പയറിങ് ടു ഷാർജ ദുബായിലൊന്നും അടുപ്പിച്ചടുപ്പിച്ച് ബസ്സും കാര്യങ്ങളൊന്നുമില്ല. കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈനലി ഒരു ബസ് കിട്ടി. അങ്ങനെ നമ്മൾ വീണ്ടും അജ്മാലിലേക്ക് തന്നെ എന്ത് ചെയ്തു, പോയി ഇറങ്ങി. എന്നിട്ട് ഇവിടെയാണ് അനിയൻ ഇതെന്റെ മടുത്തു, സത്യം പറഞ്ഞ രാവിലെ തന്നെ ഇറങ്ങി യാത്ര 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 ചെയ്തുകൊണ്ട് മടുത്തു. അങ്ങനെ അനിയന്റെ ലൊക്കേഷനിൽ എത്തി, അവനെ കണ്ടു. അവനെ കണ്ട് ഉള്ള ഒരു സന്തോഷ പ്രകടനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവൻ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെയോ കുറെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനെയൊക്കെ കണ്ട് ഞങ്ങള് ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ച്, അവിടെ ഒരു നെസ്റ്റോ ഉണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റ്. അവിടെ എല്ലാം ഒന്ന് കേറി, എന്താ പറയാ, ഒരു സന്തോഷം അവനുമായിട്ട് ഇതാക്കുന്നതും. അപ്പൊ അജ്മാന്ന് ബസ് കിട്ടണ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവന്റെ ഈ സ്റ്റോപ്പിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ച് ബസ് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പൊ സ്കൂൾ അഡ്മിഷന്റെ കാര്യത്തിൽ ഞാൻ പറയുവാണെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇവിടെ ഞാൻ പോയ സ്കൂളിൽ 6000 ദിറംസ് ആണ് ഇയർലി ഫീസ് വരുന്നത്. അപ്പൊ നമുക്ക് മന്ത്ലി അടയ്ക്കാം, അല്ലെങ്കിൽ 3 മന്ത് ആയിട്ട് അടയ്ക്കാം. പിന്നെ നമ്മുടെ യൂണിഫോം ബുക്സിനൊക്കെ വേറെ സെപ്പറേറ്റ് കൊടുക്കണം. അതുപോലെ അഡ്മിഷൻ രജിസ്ട്രേഷൻ 105 ദിറംസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ബസ്സിന് വേറെ, ഓരോ ലൊക്കേഷൻ അനുസരിച്ച് ബസ്സിന് വേറെയും കൊടുക്കണം കേട്ടോ. അപ്പൊ ഇനി എന്തായാലും എൻട്രൻസിന്റെ റിസൾട്ട് വരട്ടെ, അതിനനുസരിച്ച് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പൊ ഇത്ര ഉള്ള ഈ ഒരു വീഡിയോ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് അയക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.